തലയോലപ്പറമ്പ് മുദ്ര കൾച്ചറൽ ആൻഡ് ആർട്സ് സൊസൈറ്റിയുടെയും മുദ്ര പബ്ലിക് ലൈബ്രറിയുടെയും മുൻ പ്രസിഡന്റും കിഴൂർ ദേവസ്വം ബോർഡ് മുൻ പ്രിൻസിപ്പലുമായിരുന്ന അന്തരിച്ച ഡോക്ടർ എച്ച് സദാശിവൻ പിള്ളയുടെ പുസ്തക ശേഖരത്തിലെ 1500 പുസ്തകങ്ങൾ കുടുംബം ലൈബ്രറി അധികൃതർക്ക് കൈമാറി. ഇതോടെ മുദ്ര പബ്ലിക് ലൈബ്രറിയിലെ ഗ്രന്ഥശേഖരം 10,000 പിന്നിട്ടു. KR ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മുദ്ര കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. പല പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, വളരെയധികം പുസ്തകങ്ങൾ സ്വന്തം ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയുമാണ്. ആ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന 1500 ചില്ലുവാനം പുസ്തകങ്ങൾ മുദ്രയ്ക്ക് നൽകുവാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് നിർദ്ദേശിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ലോകം വിട്ടു പിരിഞ്ഞത്. ആ പുസ്തകം മുദ്ര ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് ആദ്യമായിട്ട് ഇവിടെ നടത്തുക. യോഗത്തിൽ ആലപ്പുഴ നാദം ബുക്സിന്റെ സാഹിത്യ പുരസ്കാരം നേടിയ ബേബി ടി കുര്യന്റെ 4ാമത്തെ പുസ്തകമായ പുഴവെള്ളവും കശുമാങ്ങയും മാധ്യമപ്രവർത്തകൻ സണ്ണി ചെറിയാൻ എഴുത്തുകാരി റോസ്ലി ജോയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK ഗോപി, B അനിൽകുമാർ, AK മണി, KR സുശീലൻ, PG ഷാജിമോൻ, ബേബി ടി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ലൈബ്രറിയിൽ സ്ഥാപിക്കുന്ന ഡോക്ടർ HSPയുടെ ഫോട്ടോ പ്രകാശനവും നടത്തി. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ താങ്കൾ ഇത് എഴുതാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് എഴുതുന്നത് മലയാള ഭാഷയ്ക്കും മലയാള സാഹിത്യത്തിനും എന്തെങ്കിലും നഷ്ടം വരും എന്ന് പേടിച്ചിട്ടാണോ എഴുതുന്നത്? അത് മറുപടി പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളല്ല, വേറെ ഒരുപാട് പേര് എഴുതിയില്ലെങ്കിലും മലയാള സാഹിത്യത്തിനും മലയാള ഭാഷയ്ക്കും ഒരു നഷ്ടവും വരാൻ കൂടില്ല. ഒരു ജന്മം ഒരു ശ്വാസത്തിനുള്ളിലോ വല്ലോ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് അതിനെ മനസ്സിൽ മനനം ചെയ്ത് വളരെയധികം നാൾ അതിനെപ്പറ്റി ചിന്തിച്ച് അതിനെ എങ്ങനെ വായനക്കാരുടെ മുന്നിൽ എത്തിക്കണം എന്നുള്ള ഒരു ഉദ്യമമാണ് എഴുത്തിലൂടെ പ്രകാശിതമാകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പ്രകാശിതമായ പുഴവെള്ളവും കശുമാങ്ങയും എന്ന ശ്രീ ബേബി ടി കുര്യൻ്റെ ഈ പുസ്തകം നമ്മളുടെ ഗൃഹാതുര ഓർമ്മകളുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകമാണ്.